ഹായ് ഓൾ, ഞാനിന്ന് ഈ ഇട്ടേക്കുന്ന ഫുൾ ഫ്ലെയേർഡ് ആയിരിക്കുന്ന അനാർക്കലി ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ മൊത്തത്തിലൊരു 3 മീറ്റേഴ്സിൻ്റെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട്, മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കോണായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കോണായിട്ട് അങ്ങോട്ട് മടക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ആ 3 മീറ്റേഴ്സിൽ നിന്ന് ഞാൻ സ്ലീവ്സിന് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഫാബ്രിക്കിനെയാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മുകളിൽ മെഷർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതാണ് ഞാൻ അവിടെ എടുത്ത് കൊടുത്തേക്കുന്നത്. 6.5 ആണ് ഷോൾഡർ എടുത്തത്. അപ്പോൾ അത് നമുക്ക് എവിടെയാണോ അത് കിട്ടുന്നത് 6.5, അവിടെ നിന്ന് താഴേക്ക് നമുക്ക് മെഷർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ 6.5 ഫസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് താഴേക്കും ഷോൾഡറിൻ്റെ ഡെപ്തും 6.5 തന്നെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഷേപ്പ് എടുത്ത് കൊടുക്കുകയാണ്. ഷേപ്പ് നമ്മൾ ഒരു 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പം തയ്യൽ തുമ്പോട് ചേർത്തിട്ട് ഒരു 11 ഇഞ്ചാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് വീതി. എന്നിട്ട് നമ്മളിങ്ങനെ ആം ഹോളും റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് താഴേക്ക് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് ഒരു 14 ഇഞ്ച് ഇറക്കത്തിൽ വെച്ചിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യാണ്. നമ്മുടെ വേസ്റ്റിൻ്റെ അവിടേക്കായിട്ട് വരും. അപ്പോൾ അതൊരു മുകളിൽ 11 എടുത്തു. അപ്പോൾ താഴെ ഒരു 9 മതി. തയ്യൽ തുമ്പോട് ചേർത്തിട്ട് 10. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ നമ്മൾ ആ ഫാബ്രിക്കിൻ്റെ എൻഡ് വരേക്കും ജസ്റ്റ് ഒന്ന് ചരിച്ചൊരു ലൈൻ പോലെ കൊടുത്തു. പക്ഷെ നമുക്ക് ലെങ്ത് ടോട്ടൽ നമുക്ക് ഇറക്കം എത്രയാണോ വേണ്ടത്, ഇത് മൊത്തത്തിൽ നമുക്കൊരു 42 ഒക്കെ കിട്ടുന്നുണ്ട്. എത്രയാണോ നമുക്ക് അപ്പുറത്തെ എൻഡിൽ നമുക്ക് മാക്സിമം എത്ര വരെ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. എനിക്ക് 42 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചൊന്ന് കയറിയായിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റാനും ഉണ്ടാവും. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് 2 സൈഡിലെ ഫാബ്രിക്കിൽ കുറവുണ്ടാവും, നമ്മൾ കോണിച്ചിട്ടതുകൊണ്ട്. അത് നമുക്ക് ഇപ്പുറത്തെ ഈ താഴെ വരുന്ന എക്സ്ട്രാ ഫാബ്രിക്കിൽ നിന്ന് അവിടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് വരാതെ ഒരു സിംഗിൾ കട്ടിൽ നമ്മളിങ്ങനെയാണ് അംബ്രല്ല കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഫ്ലെയേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ലെങ്തായിട്ട് 42 എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ 2 എടുത്ത് നമുക്ക് ഷോർട്ടേജ് വരും. അവിടെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയത് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഫാബ്രിക് അവിടെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഷേപ്പിനൊന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫാബ്രിക് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക, പിന്നീട് അടുത്ത ഒരെണ്ണം കൂടെ ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം 2 ഇടത്തേക്ക് നമുക്ക് ഷോർട്ടേജ് വരുന്നുണ്ടാവും ക്ലോത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഈ കട്ട് ചെയ്ത പീസ് ആ ഫാബ്രിക്കിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഷോർട്ടേജ് വരുന്നത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പുറത്തു നിന്ന് ആ ഫാബ്രിക് കറക്റ്റായിട്ട് നമുക്കവിടെ തികയും. മാക്സിമം ലെങ്ത് നമ്മൾ എടുത്തു കൊടുക്കണം. ആദ്യമേ 42 മുതൽ 45 വരെയൊക്കെ നമുക്ക് ലെങ്ത് എടുക്കാം. എനിക്ക് മാക്സിമം ലെങ്ത് കിട്ടുന്നുണ്ട്. ഫുള്ള് ഇറക്കം വരെ കിട്ടണമെങ്കിൽ നമുക്ക് 45 ഒക്കെ എടുക്കാം. പക്ഷേ 42 എടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് നല്ല വിരിവിന് നമുക്ക് ലെങ്ത്തും വീതിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കട്ട് പീസ് കണ്ടോ ഇവിടെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഉൾവശത്ത് ആണ് ആ തയ്യൽ വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആംബ്രല്ല പോലെ കട്ട് ചെയ്തെടുക്കുക, ഷേപ്പ് അതനുസരിച്ചിട്ട്. കണ്ടോ ഇങ്ങനെ ഒരു ഫാബ്രിക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഒരെണ്ണത്തിലും കൂടെ ഇതുപോലെ സെയിം പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 2ലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഫ്രണ്ട് പോർഷനിലും അറ്റാച്ച് ചെയ്യണം, ബാക്ക് പോർഷനിലും. ഇങ്ങനെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ലൈനിങ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുവാണ്. ലൈനിങ് ഞാൻ അംബ്രല്ല പോലെ കട്ട് ചെയ്തെടുക്കുന്നില്ല, നോർമൽ എ ലൈനിൽ എടുക്കുവാണ്. പക്ഷേ നല്ല വീതിയിൽ ഉള്ള രീതിയിലാണ് എ ലൈൻ എടുക്കുന്നത്. അപ്പോൾ അതായത് ഈ ഫാബ്രിക്കിൻ്റെ വീതി തന്നെ 4ആയിട്ട് മടക്കിയതിന് ശേഷം 20 വരുന്ന രീതിയിലാണ്. അപ്പോൾ മാക്സിമം ഫ്ലെയേർഡ് ആയിട്ടുള്ളൊരു എ ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും വീതിയിൽ അതിൻ്റെ എൻഡ് വരെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഷോൾഡറൊക്കെ, എല്ലാ മെഷർമെൻറ്റ്സും സെയിം ആണ്. ഈ സൈഡിലേക്ക് വരുന്ന മാത്രം നമ്മൾ അംബ്രല്ല പോലെ അല്ല കട്ട് ചെയ്തത്. ഞാൻ എ ലൈൻ പോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ്, കോണിച്ചിട്ടിട്ടല്ല കട്ട് ചെയ്യുന്നത്. പിന്നെ ഇറക്കവും നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെക്കാളും കുറച്ചുകൂടെ കുറച്ചിട്ടെടുത്താൽ മതി.
പിന്നെ ബാക്ക് നെക്ക് ഞാൻ ലൈനിങ്ങിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാനൊരു ഒരു ഇല പോലത്തെ ഷേപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. റൗണ്ട് പോലെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷൻ പക്ഷേ ഞാനിങ്ങനെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ട് എടുക്കുകയാണ്. പ്രത്യേകിച്ചും ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്ലോത്ത് മെയിൻ ഫാബ്രിക് വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ലൈനിങ് ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് സർക്കിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നെക്ക് കുറച്ച് ഇറക്കത്തിൽ വരുന്നുണ്ട്. ഒരു 4.5 ഇഞ്ചൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് വൈഡായിട്ടാണ് ബാക്ക് നെക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ ആ ലൈനിങ് ഫുള്ള് ഉള്ളിലേക്ക് വലിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കാരണം ഇത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഫാബ്രിക് കുറച്ച് താഴേക്ക് വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും താഴേക്ക് നമ്മുടെ ഫുൾ അംബ്രല്ല ആയതുകൊണ്ട്, അനാർക്കലി ആയതുകൊണ്ട് ഫുൾ താഴേക്ക് ഒരുപാട് ഫ്ലെയറിൽ ഉണ്ട്. അപ്പോൾ ആ വെയിറ്റ് എല്ലാം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചിലപ്പോൾ വലിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ താഴത്തെ പോർഷനിൽ നല്ല വെയിറ്റാണ്. പിന്നെ ഞാൻ ഇത് ക്യാൻവാസ് കട്ട് ചെയ്യുകയാണ് പേപ്പർ. അപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ അകലം 3 ഇഞ്ച് എടുത്തിട്ട് താഴേക്ക് 6.5 ഒക്കെ ഇറക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇലയുടെ പോലത്തെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ചു കൊടുത്തിട്ട് ഒരു ഇഞ്ചൊക്കെ വീതിയിൽ പേപ്പർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിന് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് മെയിൻ ഫാബ്രിക്കിലല്ല അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, ലൈനിങ് ഫാബ്രിക്കിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് അതിനെ മെയിൻ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കുന്നത്. കാരണം ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ കോട്ടണിലൊക്കെ ചെയ്യുമ്പോൾ മെയിൻ ഫാബ്രിക്കിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ജോർജറ്റ് ആയതുകൊണ്ട് ലൈനിങ് ക്ലോത്താണ് ഇത് സ്റ്റിഫായിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അയൺ ചെയ്തും കൊടുക്കാം ഫിക്സ് ചെയ്യാനായിട്ട്. ഇത് അയൺ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഒരു സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിനെ ഫിക്സ് ചെയ്യുകയാണ്. ക്യാൻവാസ് കട്ട് ചെയ്യാതെയും ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കിൽ തന്നെ ഞാൻ ഇതുപോലെ ലീഫ് പോലത്തെ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ജോർജറ്റ് താഴേക്കുള്ള അനാർക്കലിയുടെ താഴേക്ക് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് ആ നെക്ക് പോർഷൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താഴേക്ക് വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഷേപ്പ് കറക്റ്റ് കിട്ടിയത്. കാരണം ആ ക്ലോത്ത് താഴേക്ക് നല്ല വെയിറ്റ് കൊണ്ട് പോയി. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്തില്ല. നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തത്. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ സെൻറ്ററിലെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഇത് സ്ലീവ്സ് ചെയ്യുവാണ്. ഞാൻ ഫുൾ കൈയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കൈക്ക് വേണ്ടിയിട്ട് ഒരു 22 ലെങ്ത് ഒക്കെ എടുക്കുന്നുണ്ട്. വീതി ഒരു 8 ഇഞ്ചുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ നോർമൽ സ്ലീവ്സ് ഞാൻ കട്ട് ചെയ്യുന്ന മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വരച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഷേപ്പിൽ മാർക്ക് ചെയ്യുക. താഴെ നമ്മൾ കൈയുടെ എൻഡ് ആയതുകൊണ്ട് തന്നെ വീതി അധികം വേണ്ട, 4 ഇഞ്ച് മതി. അതും കൂടുതലാണ് ഞാൻ എടുത്തത്. എനിക്കത് എംബ്രോയ്ഡറി ചെയ്യാനുണ്ട്, മെഷീൻ എംബ്രോയ്ഡറി. അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ട് സൈഡ് കുറച്ചുകൂടെ കട്ട് ചെയ്ത് മാറ്റും. ഇതിപ്പോൾ നല്ല ഷേപ്പിൽ നമ്മൾ താഴെ വരെ കട്ട് ചെയ്തെടുക്കുക. മുകളിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. 22 ഒക്കെയാണ് ഇറക്കം എടുക്കേണ്ടത്. എന്നിട്ട് താഴെ ഞാനൊരു സ്ലീവ്സിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട് എൻഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്നതുകൊണ്ട് സ്ലീവ്സ് ലൈനിങ് വെക്കാത്തതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ താഴെ സെയിം ജോർജറ്റിൻ്റെ തന്നെ ഫാബ്രിക് വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണ് എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു ത്രെഡ്, നോർമൽ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ
മെഷീൻ എംബ്രോയ്ഡറിയിൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 2 ഡിസൈൻ ഇങ്ങനെ, ഒന്ന് സ്കാലപ്പും അതിൻ്റെ മുകളിലായിട്ടൊരു ഫ്ലവർ പോലത്തെ ഡിസൈൻ, അങ്ങനെ 2 ഡിസൈൻ അതിൻ്റെ മുകളിലേക്ക് ലൈനായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ 2 കൈയിലും അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബ്രദേഴ്സ് സ്വീയിങ് മെഷീനിലുള്ളതാണ്. എന്നിട്ട് ഞാൻ ആ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഷേപ്പ് ഒന്നുകൂടെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റോൺസ് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫാബ്രിക്കിൻ്റെ ഗം വെച്ചിട്ട് ഫുള്ളായിട്ട് ജസ്റ്റ് സ്കാറ്റേർഡായിട്ട് ഇങ്ങനെ സ്റ്റോൺസ് കൂടെ കൊടുത്തു. ഞാനത് അത്രയും മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ നെക്കിൽ കുറച്ച് എംബ്രോയ്ഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹാൻഡ് എംബ്രോയ്ഡറി. ഇങ്ങനെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പിൽ ലീഫ് പോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നീഡിൽ വളരെ തിന്നായിട്ടുള്ള നീഡിലെടുക്കണം, കാരണം ആ ബീഡ്സ് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെ കയറുന്ന ടൈപ്പിൽ ഉള്ള നീഡിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി അപ്പുറത്തൂടെ എടുത്ത് അതിനെ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ ചുറ്റിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ എൻഡിൽ 2 ബീഡ്സും കൂടെ കൊടുത്തിട്ടാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നെക്കിലൊരു ജസ്റ്റ് ഒരു ലൈൻ പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. നേരത്തെ ചെയ്ത മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത അതേ സിൽക്ക് ത്രെഡാണിത്. ഗോൾഡൻ മാത്രമാണ് കളറ്, ഗോൾഡ് മാത്രമാണ് വെച്ചിട്ട് ചെയ്യുന്നത്. വേറെ കളേഴ്സും വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്ലീവ്സിൽ കൊടുത്ത അതേ ബീഡ്സ് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ബീഡ്സ് വരുന്ന രീതിയിൽ ബീഡ്സ് ഫസ്റ്റ് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങാൻ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഇതുപോലെ നോട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കുത്തിയെടുത്തിട്ട് അതിങ്ങനെ 2 ചുറ്റി അവിടെ തന്നെ കുത്തി ഇറക്കുക. അപ്പം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കുമിള പോലെ ഇങ്ങനെ ഇരിക്കും. അത് ഒരുപാടിങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെയാണ്. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ വേറെ കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഈ കളറിന് ഈ ഒരു വയലറ്റ് കളറിൽ കുറച്ച് ഫുള്ള് ഗോൾഡൻ കളർ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ത്രെഡും അത് തന്നെയാണ്, ബീഡ്സും അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിലും സൈഡിലും ഒക്കെ ആയിട്ട് ജസ്റ്റ് സ്കാറ്റേർഡായിട്ട് കുറച്ച് വൈറ്റ് കളറിലുള്ള സ്റ്റോൺസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുമ്പ് ഞാനൊരു സാരിയിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സ്റ്റോൺസ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള. അത് ജസ്റ്റ് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്ക് പോർഷൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നെക്കിൽ ഇതുപോലെ ഫുള്ള് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അറ്റാച്ച് ചെയ്യുന്നതും പിന്നെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതും ബാക്കി ബോഡി പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ. അല്ലെങ്കിൽ ഇത് നല്ല വെയിറ്റായിട്ട് തോന്നുന്നുണ്ട് ഒരു സൈഡ് എടുക്കുമ്പോൾ തന്നെ. ഇടുമ്പോൾ കുഴപ്പമില്ല. ആകെ 3 മീറ്റർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. നോർമലി ചിലപ്പോൾ വലിയ അംബ്രല്ല പോലൊക്കെ വേണമെന്നുള്ളവർക്ക് 5 മീറ്റേഴ്സൊക്കെ ഫാബ്രിക് എടുക്കും. പക്ഷേ ഞാനിത് കുറവാണ്, 3 മീറ്ററും അതിൽ സ്ലീവ്സിനെടുത്ത് മാറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്ലെയർഡ് വേണമെന്നുള്ളവർക്ക് ക്ലോത്ത് 4 മീറ്ററോ 5 മീറ്ററോ ഒക്കെ എടുക്കാം. എന്നിട്ട് ഞാനിങ്ങനെ ആം റൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് റൗണ്ടിന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അംബ്രല്ല നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല, ഇങ്ങനെ വിരിച്ചിടുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആ സൈഡ്സൊക്കെ പിടിച്ച് വെച്ച് നോക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഷേപ്പ് നോക്കി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ലൈനിങ് ഫാബ്രിക്കും ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ അത് തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആം റൗണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ജോയിൻ ചെയ്ത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ ബോഡി പോർഷൻ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതിൽ ബോഡി പോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്ത ഷേപ്പ് മാർക്ക് ചെയ്തായിരുന്നു വേസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ചിൻ്റെ താഴെ.
അപ്പോൾ അവിടെ വരെയാണ് ആ കോണിച്ച് വരച്ച അത് നമുക്ക് കാണുമ്പോൾ അറിയാം കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് അവിടെ നിന്നാണ് താഴേക്ക് പിന്നെ അംബ്രല്ല വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ലൈനിങ്ങും ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അവിടുന്ന് താഴേക്ക് അംബ്രല്ല വരുന്ന പോർഷൻ എത്തുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലൈനിങ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുക. നമ്മുടെ മെയിൻ ഫാബ്രിക് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുക. കാരണം ആ ഫുൾ ഫ്ലെയർ അംബ്രല്ല നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ് നമ്മൾ ഫുൾ ഫ്ലെയർഡ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുക. മെയിൻ ഫാബ്രിക് ഇതുപോലെ മാറ്റി വെച്ചിട്ടാണ് അവിടുന്ന് താഴേക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ. എന്നിട്ട് നമ്മൾ താഴ്ഭാഗമെല്ലാം അംബ്രല്ലയുടെ ഫുൾ റൗണ്ടും നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം. കറക്റ്റ് ആ ഷേപ്പിൽ. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഈ വേസ്റ്റിൻ്റെ അവിടെ ജോയിനിങ് വരുന്നതിനേക്കാളും ഇങ്ങനെ സിംഗിളായിട്ട് വരുന്ന കട്ട് ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഇതുപോലുള്ള ഡ്രസ്സസിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.